താമ്പോൾ മുഹമ്മദ് ഹനീഫ രാഷ്ട്രീയ നിരീക്ഷകൻ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഹനീഫ, തന്റെ നിലപാടുകൾ, തന്റെ അഭിപ്രായങ്ങൾ ശക്തമായ ഭാഷയിൽ തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് CKP. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സമയത്ത് BJPക്ക് കൂടുതൽ തിരിച്ചടിയാവുകയല്ലേ ചെയ്യുക അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ? തീർച്ചയായും ഒരു പാർട്ടി എന്ന നിലയിൽ അതിന്റെ സമുന്നതനായ ഒരു നേതാവ് വ്യത്യസ്തമായ സ്വരത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായും അത് പാർട്ടിക്ക് തിരിച്ചടിയാകുകയാണ്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ അത് ഇല്ലാതാക്കുകയാണ്. അത് സാധ്യതകൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയ സാധ്യതയ്ക്ക് മുന്നിലുണ്ട് എന്ന അർത്ഥത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നതെങ്കിൽ പോലും അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ കുറെ കാലങ്ങളായി BJP അതിന്റെ തെരഞ്ഞെടുപ്പ് പെർഫോമൻസ് എല്ലാ കാലത്തും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു ഗതിയുണ്ട്. ആ ഗതിയിൽ അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ട് കാര്യങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒന്ന് CKPയുടെ ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹം വളരെ ചെറുപ്പത്തിലാണെങ്കിൽ പോലും SFI കാലത്താണെങ്കിൽ പോലും ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു SFI പശ്ചാത്തലമുണ്ട്. SFIയിൽ നിന്നാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ നിന്നാണ് അദ്ദേഹം BJPയിലേക്കും ജനസംഘത്തിലേക്കും RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആശയത്തിലേക്കും ഒക്കെ കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പൂർവാശ്രമം തീർച്ചയായും മതേതരമായ ഒരു ആശയത്തിൻ്റെതായി അവിടെ നിലവിലുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം ഒരു വ്യത്യസ്തമായ ഒരു സ്വരം, അല്ലെങ്കിൽ താൻ മറ്റ് BJP നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാണ്, തനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്, വ്യത്യസ്തമായ രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട് എന്നൊക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലതരത്തിൽ. അതിന്റെ ഒരു പശ്ചാത്തലം നിലവിലുണ്ട്. നിലവിൽ അദ്ദേഹം BJPയിൽ നിലനിൽക്കുന്ന സമവാക്യങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പരിഗണനകളിൽ സംതൃപ്തനല്ല എന്നത് വളരെ വ്യക്തമാണ്. കുറെ കാലമായി BJP നേതൃത്വത്തോട് അദ്ദേഹം നിശബ്ദമായി കലഹിക്കുന്നുണ്ട് പലതരത്തിൽ. അത് നമ്മൾ പ്രകടമായി കാണുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അതാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ഒരു സംശയം, ഇതിപ്പോൾ CKP ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതികരണം വന്നത് എന്ന് നമുക്ക് കരുതാമോ? അതല്ല, പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ പലരും അതൃപ്തിയുമായി ഉണ്ട് എന്ന് മനസ്സിലാക്കാമോ? തീർച്ചയായും അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദേശീയ തലത്തിൽ തന്നെ BJPയുടെ MP-മാർ MLA-മാർ പല സംസ്ഥാനങ്ങളിലും BJPയുടെ കൂടാരം വിട്ട് കോൺഗ്രസിലേക്കും മറ്റ് ഇന്ത്യ മുന്നണിയുടെ ചേരിയിലേക്കും കടന്നു വരുന്നത് കാണുന്നുണ്ട്. അതൊരു പൊതുപ്രവണതയാണോ അങ്ങനെ വളർന്നിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലെങ്കിൽ പോലും അതൊരു സൂചനയായി നമുക്ക് എടുക്കാൻ കഴിയും. ആ ഒരു സൂചനയുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിനകത്തും ഇപ്പോൾ നിലവിൽ തന്നെ ഈ ഇടക്കാലത്ത് ശോഭാ സുരേന്ദ്രൻ ചില കലാപക്കൊടികൾ പാർട്ടിക്കകത്ത് ഉയർത്തിയതും ചില വിമർശനങ്ങൾ ഉയർത്തിയതും അവർ ഒരുപക്ഷെ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ നൽകിയതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിലുള്ള സൂചന ഇദ്ദേഹം നൽകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നു. മറ്റു വഴികൾ തേടാൻ തനിക്ക് പ്രയാസമില്ല, അല്ലെങ്കിൽ തന്റെ മുന്നിൽ വഴികൾ തുറന്നു കിടക്കുന്നുണ്ട് എന്ന സൂചന പാർട്ടി നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിനായാലും ശരി കേരള നേതൃത്വത്തിനായാലും നൽകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സൂചനകൾ നൽകുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആനുഷംഗികമായ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയല്ല, ഒരു അഭിമുഖത്തിലുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഈ തരത്തിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നന്ദി ശ്രീ മുഹമ്മദ് ഹനീഫ പ്രതികരിച്ചതിന്. മീഡിയ വൺ തെരഞ്ഞെടുപ്പ് പരിപാടിയായ ദേശീയപാതയിലായിരുന്നു CK പത്മനാഭന്റെ പ്രതികരണം. നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് അദ്ദേഹം. തന്റെ ഉള്ളിലുള്ള അതൃപ്തികൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ഒപ്പം മതസൗഹാർദ്ദം തകർക്കുന്ന സിദ്ധാന്തം കൊണ്ടുവന്നാൽ കേരളത്തിൽ അത് യാതൊരു വിധത്തിലും ജയം കാണില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിശദമായ വിവരങ്ങളാണ് പ്രമോദ് രാമനും നൽകിയത്.